Mariyans kitchen recipes-ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സാധാരണ ചൂടൊക്കെ കൂടുമ്പോൾ നമ്മൾ മിൽക്ക് ഷേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാ ഉണ്ടാക്കാറ്? നല്ല കിടിലൻ സംഭാരം. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുഞ്ഞ് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 6 അല്ലി ചുവന്നുള്ളി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. വലിപ്പമുള്ള ഉള്ളി ഒന്നല്ല, ചെറുതായിട്ടുള്ള ഉള്ളിയായിരുന്നു. പിന്നെ അതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ച് തന്നെ എടുക്കുക, നുറുക്കിയിട്ടിട്ട് ഇഞ്ചി എടുക്കരുത്. പിന്നെ അതേപോലെ ഒരു 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. സാധാരണ ഇതിനകത്തേക്ക് കാന്താരി മുളകാണ് കേട്ടോ ഏറ്റവും നല്ലത്, പക്ഷെ അതിവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എരിവുള്ള ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടിയത് മോരാണ്, തൈരല്ല കേട്ടോ, മോര് തന്നെ എടുക്കുക. പിന്നെ അതിനൊരു ചെറിയ പുളിയും വേണം മോരിന്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മോര് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ ബോട്ടിലല്ലാണ്ട് നല്ല കവറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നാട്ടിലാവുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വെള്ളം വേണം കേട്ടോ. അപ്പോൾ അത് ഈ എടുക്കുന്ന മോരിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിൽ മോരിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് കൂട്ടി നല്ല ക്രീമി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് എടുക്കുക, അല്ല നല്ല ലൂസാക്കിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ കലമാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ വലിപ്പമുള്ള പാത്രമൊന്നുമില്ല, ഒരു ചെറിയൊരു കുഞ്ഞ് കല മാത്രമേ ഉള്ളൂ. അപ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും സ്റ്റീലിൻ്റെ ഇതിനകത്ത് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളകും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വേപ്പില വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ചു മതി. പിന്നെ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ചതച്ച് ഇതിനകത്തിട്ടിട്ട് തന്നെ ചതച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളി ചതയ്ക്കണ ഇതുണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വെച്ച് ചതയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേമാതിരി നമ്മൾ എങ്ങനെയാണ് ചതയ്ക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ്, ഇഞ്ചീരി ആണെങ്കിലും ഉള്ളീരി ആണെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ നീരൊക്കെ ഇതിനകത്ത് തന്നെ ഇറങ്ങി നല്ലൊരു മിക്സ് ആക്കിയിട്ട് നമുക്കിത് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചതയ്ക്കാനുള്ളതൊന്നും ഇല്ല, സ്പൂണൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. നമ്മൾ സാധാരണ സലാഡൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇച്ചിരി വലുപ്പമുള്ള പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വലുപ്പമുള്ള പാത്രം ഇല്ല. അപ്പോൾ അതേണ്ട ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലൊരു കൂട്ടായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഇഞ്ചിയും ഉള്ളീൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നതിന് മുന്നേ ബോട്ടിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നാട്ടിൽ വാങ്ങിക്കുന്ന തൈര് നല്ല ടേസ്റ്റാണ്. തൈരല്ല, മോരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ നാട്ടിലത്തെ മോര്. ഇവിടെ അങ്ങനെ അധികം ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എങ്കിലും കുറച്ച് കുഴപ്പമില്ല. നല്ല സംഭാരമൊക്കെ ഉണ്ടാക്കാറുണ്ട്, നല്ല അതിനുള്ള ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയുടെ നീരും ഇഞ്ചിൻ്റെ നീരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ മോരൊന്ന് മിക്സായി വരട്ടെ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 ടൈപ്പിലാണ് ഇന്ന് ഈ സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള രീതിയിൽ, പക്ഷെ ഒരെണ്ണം വ്യത്യസ്തമായൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു ദിവസം അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന നാടൻ സംഭാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് വെള്ളമല്ല, അന്ന് ഒട്ടും കട്ടിയുമില്ല, നല്ലൊരു ടെക്സ്ചറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് കൈവച്ചിട്ട് ഞാൻ ചെയ്യാൻ പറ്റാത്ത കാരണം സ്പൂണോണ്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആവാൻ, സംഭാരം നല്ല ടേസ്റ്റ് ആവാനുള്ളൊരു ഐഡിയ ആണ്. ഇതേമാതിരി നമ്മൾ ചായയൊക്കെ വീത്തണ കണ്ടിട്ടില്ലേ, നാടൻ ചായക്കടയിലൊക്കെ ചായ വീത്തണ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ ഒരു കപ്പിനകത്തോട്ടും അതേപോലെ തിരിച്ച് ഇതിനകത്തോട്ടും ഇങ്ങനെ വീത്തി ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് ഇതിങ്ങനെ ഒരു 5-8 പ്രാവശ്യം ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവട്ടെ സംഭാരം. ഇപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സംഭാരം കിട്ടും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഐസൊന്നും ചേർത്തിട്ടില്ല, നമുക്ക് തണുവ് വേണ്ട. നമുക്ക് ഉടനടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം ചേർക്കാം. ഞാൻ സാധാ നോർമൽ വെള്ളമാണ് ചേർത്തത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം ഇവിടെ റെഡിയായി.
ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേനലൊക്കെ അല്ലേ, നമ്മൾ എപ്പോഴും മിൽക്ക് ഷേക്ക് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഭാരം വീട്ടിലൊന്ന്